ഹോ, പെണ്ണുകാളെന്ന് പറഞ്ഞ എത്ര നേരം മസിലും പിടിച്ചേച്ചിരിക്കുന്നേ. വിശന്നിട്ട് വയറെത്തിപ്പോയി. എടി എങ്ങനെയുണ്ടെടി? ഇച്ചിരി കുരുമുളും കൂടി ഇട്ടേച്ചാ സംഭവം പൊളിച്ചെന്നെ കേട്ടോ. അതല്ല, ക്രിസ്റ്റഫർ പിന്നെ പൊളിയല്ലേ ചക്കൻ. ഇവക്ക് ഇഷ്ടപ്പെട്ട മോളെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കെ ഇപ്പൊ എന്നതാ ഉള്ളേ? നല്ല കരക്കൻ ചെക്കനാ. പിന്നെ അമേരിക്ക പറഞ്ഞു ആരാ ഒന്ന് തലയും കുത്തി വീഴാത്ത അല്ലേ? ഈ ചായ ഇത് ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല. ഇതെനിക്ക് ശരിക്കും ഇഷ്ടായി. ദേ ഈ മാരേജിന് ഞാൻ ഓക്കെ ആണേ. അപ്പൊ കാര്യങ്ങളൊക്കെ സ്പീഡ് ആയിക്കോട്ടെ. ഫ്രെഡി, ആ പോകുന്ന ആരാന്ന് നോക്കിയടാ. ഇതാ മറ്റവനല്ലേ ജോസ്? നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ? ഇതാകുമ്പോ ജസ്റ്റ് ആൻ ആക്സിഡന്റ്, ബാക്കി നമുക്ക് കോർട്ടിൽ നോക്കാം. സ്പീഡിൽ പോ. ഇവിടെ ആകുമ്പോ ആളൊഴിഞ്ഞ സ്പോട്ടാണ്. ടീച്ചറാ എസ്റ്റേറ്റ് എത്തട്ടെ. സത്യം പറ, ഇതെന്നാ പറ്റിയതാ? ഞാൻ പറഞ്ഞല്ലേ ബൈക്കൊന്ന് സ്കിഡായതാ. ചുമ്മാ സ്കിഡാവോ? പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ബൈക്കിനങ്ങ് തോന്നി എന്നൊന്ന് മറിച്ചിടാ. പിന്നെ പെട്രോളിന്റെ വില കൂടിയതിന്റെ പ്രതികാരം. നല്ല ബെസ്റ്റ് കോമഡി. വീണപ്പ കിട്ടാ നിനക്ക്? മൊത്തം മുറിഞ്ഞല്ലേ ഇത്? അവിടെ കൊറേ ചേട്ടന്മാര് തോട്ടത്തിൽ വെച്ച് വിളിച്ചു. എന്നിട്ട് അവരെന്റെ കയ്യിലൊക്കെ കേറി പിടിച്ചു. ഞാൻ പേടിച്ചോടി വന്നതാ. വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച ആ കൊച്ചിനെന്തിനാടാ നീയൊക്കെ പേടിപ്പിച്ചേ? ചുമ്മാ ഒരു തമാശക്ക് ചെയ്തല്ലേ പെട്ടി. ആ കൊച്ചോടും നമ്മളറിഞ്ഞു.
ചൂടാക്കിയ തിളപ്പൊക്കെ മറിയടാ ഫ്രണ്ടിയുടെ ഉണ്ടകളെ. എടാ ഇതാണ് ആണുങ്ങളുടെ കൈക്ക് വന്ന് പെട്ടാലുള്ള ഗുണം. ഇനി കണ്ട പൊടിയും വലിച്ചു കയറ്റി നീ ഇവിടെ വന്നാൽ നിന്റെ ഉമ്മാറം കിടുങ്ങാൻ വേണ്ടി ഞാൻ തല്ലിപ്പിടിക്കും. ഞങ്ങളെ നാട്ടുകാർ ബേബിച്ചന്റെ വില കളയാൻ നടക്ക്. നിനക്കൊക്കെ നാണാവും. മത്സങ്ങാമാത്തനായിരുന്ന എന്തായി തീരുവെന്തോ. കർത്താവേ, ഇത് നമ്മുടെ ബേബിച്ചന്റെ അനിയനല്ലയോ? അതെ സാറേ. ഇത് കളി മാറും. എന്നാ കോപ്പിലെ പരിപാടിയാണ് അവിടെ? നിയമം കയ്യിലെടുത്താനുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ചവിട്ടി കുഴയ്ക്കും. മനസ്സിലായോ? തല്ലി ചതച്ചതും പോരാ, കെട്ടിയിട്ടേക്കോ അല്ലേ? മാറി നിൽക്കണം. എല്ലാവരും കൂടി നിൽക്കുക. അയച്ചു വിടറോ. ഏതവനാണ് ഇവരെ തല്ലിയത്? ഞാനാ ജീപ്പ് കയറാ. അതിന് വണ്ടി പോരെ സാറേ. ജോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ തല്ലിയത്. സാറേ തൽക്കാലം അവന്മാരെ കൊണ്ട് പോ. കൊല്ലേണ്ടതാ ഇവന്മാരെ. ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. നീ ആരാടി? ഷോ ഒന്നും വേണ്ട സാറേ, ഇത് കേസ് വേറെയാ. ഓ, ബേബിച്ചന്റെ അനിയനാന്നുള്ള വാത്സല്യം കാണിക്കാൻ നിൽക്കണ്ട. നാളെ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച കാലത്ത് സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് വന്നോളാം. അതുവരെ ഇവൻ സാറിന്റെ സ്റ്റേഷൻ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ മാത്ത സാർ വിവരാതെ ഞങ്ങളങ്ങ് വരും. കൂടെ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അപ്പൊ മാത്ത സാർ ചെല്ല്. നിന്നെ ശരിയാക്കി തരാടാ. സാറേ, ഇവന്മാര് വന്ന വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. വണ്ടി എടുത്ത് സ്റ്റേഷൻ കൊണ്ടിടൂ. ഇവന്മാരെ എല്ലാരെയും പിടിച്ച് വണ്ടിയൊക്കെ വണ്ടി ബാക്കിയുള്ള പോലീസിനെ അവന് പിന്നെ കൊടുക്കാടാ.